ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഒരു ട്വിൻ സെലിബ്രിറ്റിയും മറ്റൊരാൾ കോമൺ പബ്ലിക്കിൽ നിന്നുമുള്ള ഒരാളുമാണെങ്കിൽ ആ ജേർണി എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാം. മറ്റുള്ള ട്വിൻ ജേർണികളെ അപേക്ഷിച്ച് ഈ ജേർണിയിൽ, അതായത് ഒരു കൗണ്ടർ പാർട്ട് സെലിബ്രിറ്റിയും ഇനിയൊരാൾ നോർമൽ ആളുമാണെങ്കിൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാറില്ല ഇനീഷ്യലായിട്ട്. അതായത് മറ്റുള്ള ജേർണികളിൽ ഫെമിനൈൻ എനർജി ഇന്നർ വർക്കൊക്കെ ചെയ്ത് കുറച്ചൊന്ന് ബാലൻസ് ആകുമ്പോഴത്തേക്ക് മസ്കുലൈൻ എനർജി വന്നിട്ട് ട്രിഗർ തന്നിട്ട് പോകാറാണുള്ളത്. അതായത് എവിടെയൊക്കെയാണ് ഇനിയും ഹീൽ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മിക്കപ്പോഴും മറ്റുള്ള ജേർണികളിൽ കാണാം. എന്നാൽ സെലിബ്രിറ്റി ട്വിൻ ഒരു കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള ജേർണികളിൽ ഒരു 3D ലെവലിൽ, അതായത് ഒരു ഫിസിക്കൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിയൻ നടക്കുമോ എന്നുള്ള ഡൗട്ട് ആദ്യം അവേക്കൻ ആയിട്ടുള്ള ട്വിന്നിന് എല്ലായ്പ്പോഴും കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ജേർണികളിലെ ഏറ്റവും വലിയ ബ്ലോക്കും അത് തന്നെയാണ്, യൂണിയൻ നടക്കുമോ എന്നുള്ള ഒരു ഡൗട്ട്ഫുൾ എനർജി. കാരണം ഒരാൾ സെലിബ്രിറ്റി ആണോ, നോർമൽ പബ്ലിക് ആണോ, ഇനിയൊന്നാണോ എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾക്ക് 3D ലെവലിലുള്ള ഒരു പ്രോസ്പെക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് 3D ലെവലിലുള്ള ഈ എർത്തി വേയിലുള്ള സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ അനുസരിച്ചാണ് ഈ ഡെഫിനിഷൻസ് ഒക്കെയും വരുന്നത്. എന്നാൽ ട്വിൻ ജേർണി എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷനാണ്. ഒരേ സോളിൻ്റെ ബ്ലൂ പ്രിൻ്റ് 2 ബോഡികളിലായിട്ട് വന്നിരിക്കുന്ന, അതായത് ഇൻകാർണേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നമ്മളുടെ അടുത്തായിക്കോട്ടെ, സോഷ്യൽ ലെവലിൽ, സൊസൈറ്റി ലെവലിൽ ഒത്തിരി അടിസ്ഥാനപരമായിട്ട് ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിക്കോട്ടെ, സോളാണവർ. നമ്മളുടെ സോള് തന്നെ ആയതുകൊണ്ട് എനർജറ്റിക്കലി നമ്മൾ ഇവോൾവ് ആകുമ്പോൾ, നമ്മൾ ഒരു അസെൻഷനിലേക്ക് വരുമ്പോൾ, നമ്മളുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനർജറ്റിക്കലി നമ്മൾ അവരെയും കൂടെ പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്, അവരുടെ എനർജീനെ പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3D ലെവലിൽ നമ്മൾക്ക് ട്രിഗേഴ്സ് ഒന്നും കിട്ടാറില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ വരാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് അടുത്തതായിട്ട് ഹീലാവാനുള്ളത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് നമ്മൾ എല്ലായ്പ്പോഴും വിഷമിക്കും അല്ലേ. അപ്പോൾ 5Dയിൽ ഓൾറെഡി കണക്റ്റഡ് അല്ലേ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രീംസ് ത്രൂ നമുക്ക് മെസ്സേജസ് വരാം, നമ്മൾക്ക് എന്തെങ്കിലും വീഡിയോസ് പോപ്പപ്പ് ആവാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ തന്നെ സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോസൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ ആ ഒരു കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ഇൻഡ്യൂഷനെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെയും റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് ഹീലാക്കാൻ പറ്റും. അടുത്തതായിട്ട് കൗൺസിലിങ്ങിൽ വരുന്ന പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് യൂണിവേഴ്സ് തരുന്നതെന്ന്. അതായത് ഒരാൾ കോമൺ പബ്ലിക്കിലും ഒരാൾ സെലിബ്രിറ്റി ആയിട്ട്. അപ്പോൾ ഒരു കാര്യം, യൂണിവേഴ്സിൻ്റെ തീരുമാനങ്ങളെ എപ്പോഴും ട്രസ്റ്റ് ചെയ്യുക. ഒരു കാര്യവും ഇല്ലാതെ അങ്ങനെ ഒരു ഡിഫറൻസ് തരില്ല. അത് നിങ്ങളുടെ സോൾ എഗ്രിമെൻ്റ് ആണ് ആക്ച്വലി. അതിനെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അവേക്കനിങ്ങിലേക്ക് കൊണ്ടുവരികയും ഈ ഒരു സെലിബ്രിറ്റിയാണ് നിങ്ങളുടെ ട്വിന്നെന്ന് നിങ്ങൾക്ക് റെക്കഗ്നൈസേഷൻ ചെയ്ത് തരികയും ഒക്കെ ചെയ്തത് ആരാണ്? നമ്മുടെ യൂണിവേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ജേർണീനെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സിനെ എപ്പോഴും ഡൗട്ടിൻ്റെ എനർജിയിൽ കാണാതിരിക്കുക. അടുത്തതായിട്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള സൊസൈറ്റി പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാനായിട്ടും കൂടിയാണ് അവരുടെ ഒരു ടാസ്ക് ആണത്. അപ്പോൾ ഈ കളക്റ്റീവിൽ ഒരു നോർമൽ പേഴ്സണും സെലിബ്രിറ്റി ആയിട്ടും ഒരേ സോള് 2 ഭാഗങ്ങളിൽ ജന്മമെടുത്തിട്ട് ഈ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാനുണ്ടായിരിക്കാം. അതുകൊണ്ടും അങ്ങനെ കളക്റ്റീവായിട്ടുള്ള ഒരു പർപ്പസ് ഉള്ളത് കൊണ്ടുമാണ് നമ്മൾ ഈ ലൈഫ് ടൈമിൽ നമ്മളങ്ങനെ ജന്മമെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സെലിബ്രിറ്റി ട്വിൻസ് ഫ്ലെയിം ജേർണിയിൽ ഒരു യൂണിയൻ നടക്കുമോ എന്നുള്ളത് ഏറ്റവും വലിയ ഡൗട്ടാണ്.
എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ കണ്ട പല ജേർണീസും ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ട്വിന്നും ഒരു നോർമൽ ട്വിന്നും ആയിട്ടുള്ള പല ജേർണികളിലും പെർമനൻറ്റ് 3D യൂണിയൻ നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, DF ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇന്നർ വർക്ക് ചെയ്തിട്ടുണ്ട്. സോളിനെ DFൻ്റെ സോളിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് മാക്സിമം ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം വന്നിട്ട് ഒരിക്കലും DF ഇവിടെ ഡൗട്ട് എനർജി കൊടുത്തിട്ടില്ല യൂണിയൻ നടക്കുമോ എന്നുള്ളത്. കാരണം 3D ലെവലിൽ എത്ര ഡിഫറൻസ് ഉണ്ടെങ്കിലും ഏതൊരു സ്റ്റാറ്റസിലും എന്ത് കാര്യത്തിലും സോള് ഒന്നല്ലേ, രണ്ടല്ല സോള്, ഒരു സോളാണ്. അപ്പോൾ അത്രയ്ക്കധികം ഒരു വിശ്വാസത്തോടെ ഒരു ട്രസ്റ്റോടെയാണ് DF ക്ഷമയോടെ ഈ ജേർണിയെ സറണ്ടർ ചെയ്തിട്ട് ഇന്നർ വർക്ക് ചെയ്ത കാര്യങ്ങളിൽ യൂണിയനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഈ ജേർണിയിലുള്ളവർ ഒരിക്കലും ആ ഒരു ഡിഫറൻസിനെ ഒരു ഡിഫറൻസ് ആയിട്ട് കാണാതിരിക്കുക. അതായത് ഞാനും എൻ്റെ കൗണ്ടർ പാർട്ടും ഒന്നാണ്. അവരെവിടെയും ആയിക്കോട്ടെ, ഏതൊരു സെലിബ്രിറ്റി ലെവലിലും ആയിക്കോട്ടെ, മാരീഡ് ആയിക്കോട്ടെ, അൺമാരീഡ് ആയിക്കോട്ടെ, ഇനി ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഞങ്ങൾ രണ്ടുപേരും ഒന്നാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, അത് സോൾ ലെവലിൽ ആ ഒരു അഫർമേഷൻ കൊടുത്തുകൊണ്ട് ഇന്നർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഏറ്റവും വലിയ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും നമ്മളെപ്പോഴും ഇത്ര ഡിഫറൻസ് ഉണ്ട്, നടക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ ജേർണിയിൽ. അപ്പോൾ അതിനെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് തന്നെ നമ്മൾക്ക് റിമൂവ് ചെയ്തുകൊണ്ട് ഇന്നർ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 3Dയിൽ തീർച്ചയായിട്ടും യൂണിയൻ നടക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ട്വിൻ ജേർണി റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് എന്നെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ട്വിൻ ജേർണി റിലേറ്റഡ് ഡൗട്ട്സ് എന്തെങ്കിലും ഉള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് ഡൗട്ട്സ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.